എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രേഡ് 7 SSTയിലെ 5ാമത്തെ ചാപ്റ്ററാണ്. 5ാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ്. ചാപ്റ്ററിൻ്റെ പേര് എക്കണോമിക് സോഴ്സസ്, സാമ്പത്തിക സ്രോതസ്സുകൾ. ഇപ്പോൾ ഇവിടെ കുറച്ച് പിക്ചറുകൾ തന്നിട്ടുണ്ട്. ഓരോരുത്തർ ചെയ്യുന്ന ജോലികളൊക്കെയാണത് പിക്ചർ തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കൂളിലൊരു പ്രൊജക്റ്റുണ്ട്. ടീച്ചേഴ്സ് എന്ത് ചെയ്യും? സമ്പൂർണ്ണ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ്. അപ്പോൾ ടീച്ചേഴ്സ് എന്താണ് ചെയ്യുന്നത്? സ്കൂളിലെ കുട്ടികളിൽ നിന്ന്, ഓരോ കുട്ടികളിൽ നിന്നും എന്ത് ചെയ്യും? അവരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിശദമായ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കും. ആ പ്രൊജക്റ്റിനെ വിളിച്ച പേരാണ് സമ്പൂർണ്ണ. നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ആ സമ്പൂർണ്ണ പദ്ധതി പ്രകാരം ഒരു ടീച്ചർ റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ രേഖപ്പെടുത്തിയ പാരൻസിൻ്റെ ഒക്കുപ്പേഷൻ, രക്ഷിതാക്കളുടെ തൊഴിലുകളുടെ ഒരു സാമ്പിളാണ് തന്നിരിക്കുന്നത്. സാമ്പിൾ വിവരമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഒക്കുപ്പേഷൻ, തൊഴിലുകൾ പറഞ്ഞിരിക്കുകയാണ്. 1 കുട്ടികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തതാണ് കേട്ടോ. ഒക്കുപ്പേഷനുകളോട് പറഞ്ഞിട്ടുണ്ട്. ബോക്സിനകത്ത് പറഞ്ഞിരിക്കും ടേബിൾ 1 ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷിപ്പണിയാണ്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എംപ്ലോയിഡ് അറ്റ് ഹോട്ടൽസ് ഹോട്ടൽ ജോലി. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്യാപനം. അടുത്തത് എംപ്ലോയിഡ് ഇൻ ഫാക്ടറീസ്, ഫാക്ടറി തൊഴിൽ. പിന്നെന്താണ്? ഗവൺമെൻറ് സർവീസ്, സർക്കാർ ഉദ്യോഗം. മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യരംഗം അല്ലെങ്കിൽ ചികിത്സ. ഇതെന്താണ്? പാരൻസിൻ്റെ ഒക്കുപ്പേഷൻ സമ്പൂർണ്ണ പ്രൊജക്റ്റ് പ്രകാരം അല്ലെങ്കിൽ സമ്പൂർണ്ണ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം ഒരു ടീച്ചറെടുത്ത് രേഖപ്പെടുത്തി വെച്ച് അതിൻ്റെ ഒരു ഡീറ്റെയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സാമ്പിളാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ തൊഴിലുകളാണ് ഓരോരുത്തർ ചെയ്യുന്ന തൊഴിലുകൾ. അപ്പോൾ അതൊക്കെ ഓരോരോ മേഖലകളിലാണ് എന്തെന്ന് പറയുന്നത് ഈ തൊഴിലുകൾ. അപ്പോൾ ഇവർ ഏർപ്പെട്ടിരിക്കുന്നത് ഓരോരോ പ്രത്യേക മേഖലകളിലാണ്. അപ്പോൾ ആ മേഖല ഏതാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നതിന് തിരിച്ച് മാറ്റണം. അതിനെ ഏതേതാ മേഖലകളാണ് അല്ലെങ്കിൽ സെക്ടറുകളിലാണ് അവർ ജോലി ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒക്കുപ്പേഷനുകൾ അല്ലെങ്കിൽ ഈ തൊഴിലുകൾ നമുക്കെല്ലാം എന്താണ്? ഫെമിലിയറാണ്, നമുക്ക് പരിചയമുള്ള തൊഴിലുകളാണ് കൃഷി ചെയ്യുന്ന ആൾക്കാരെ കാണാം, അതുപോലെ ഡോക്ടർ, നഴ്സ്, അങ്ങനെയുള്ള ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ കാണാം, സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ കാണാം, അതുപോലെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. അധ്യാപനം നടത്തുന്ന ഒരുപാട് ടീച്ചേഴ്സിനെ നമുക്കറിയാം. ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ അറിയാം. കൃഷി ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. ഇപ്പോൾ ഈ തൊഴിലുകളെല്ലാം നമുക്കെന്താണ്? പരിചയമുള്ളതാണ്, ഫെമിലിയറാണ്. അപ്പോൾ ഈ തൊഴിൽ എന്തിനാണ് ചെയ്യുന്നത്? ഒരു ഒക്കുപ്പേഷൻ അല്ലെങ്കിൽ ഒരു തൊഴിലിൽ ഒരാൾ ഏർപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി. ഇൻകം അല്ലെങ്കിൽ റവന്യൂ തന്നല്ലോ, വരുമാനം അത് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആൾക്കാർ തൊഴിലുകളിൽ ഏർപ്പെടുന്നത് അപ്പോൾ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നല്ലോ, അല്ലെങ്കിൽ വരുമാനം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തന്നല്ലോ. ദ ആക്ടിവിറ്റീസ് വിച്ച് ഹെൽപ്പ് ടു ജനറേറ്റ് ഇൻകം, ദെൻ ദീസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ദാറ്റ് ആക്ടിവിറ്റീസ് ആർ കാൾഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ദീസ് ആർ കാൾഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഈ പ്രവർത്തനങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. ബിക്കോസ് എന്തുകൊണ്ട്? ദേ ജനറേറ്റ് ഇൻകം അത് അതിന് കാരണമാകുന്നു? വരുമാനം അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസ് നമുക്ക് ചുറ്റും കാണാം വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും എന്തെന്ന് വിളിക്കും? എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനം എന്ന് വിളിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ടേബിളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചുറ്റും മെനി ആക്ടിവിറ്റീസ് വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് പല ആക്ടിവിറ്റീസും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എമംഗ് ദീസ്
സം ആർ റിലേറ്റഡ് ടു അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ജനറേറ്റ് ഇൻകം അല്ലേ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റീസാണ്. ഈ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ചില ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, ഇവയിൽ ചിലതെന്ന് പറയുന്നത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അഗ്രികൾച്ചറൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ അതിൽ നോക്കാം, ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ടേബിൾ നോക്കിയാണ് അല്ലേ. ആ ഫാമിംഗ് എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ പിന്നെ എന്തുണ്ട്? ഇൻഡസ്ട്രി അല്ലെങ്കിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. ഏതാണ്? എംപ്ലോയിഡ് ഇൻ ഫാക്ടറി അല്ലേ, അതേതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായമാണ് അല്ലേ. അതുപോലെ തന്നെ സർവീസ് അല്ലെങ്കിൽ സേവനം. അപ്പോൾ ഏതൊക്കെയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്? അഗ്രികൾച്ചറൽ സെക്ടറുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിലുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ സർവീസസ്, സേവനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവിടെ, ടീച്ചിങ് അല്ലെ ഉദാഹരണമായിട്ട്. അതുപോലെ മെഡിക്കൽ ഫീൽഡ് അല്ലേ, ഇതൊക്കെ എന്താണ്? സർവീസ് അല്ലെങ്കിൽ സേവനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഏതെല്ലാം ഉണ്ട്? അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്, ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ തന്നെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. The sector involving activities making direct use of natural resources is called primary sector. പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല. ഏതാണ് ഈ പ്രാഥമിക മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്? ദ സെക്ടർ ഇൻവോൾവിങ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങളെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന, നേരിട്ട് ഉപയോഗിക്കുന്ന, വിനിയോഗിക്കുന്നതിൽ എന്താണ് ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുള്ള മേഖല ആണല്ലോ. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസിനെ നേരിട്ട് ഉപയോഗിക്കുന്ന അല്ലേ എന്താണ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മേഖലയെ വിളിക്കുന്ന പേരാണ് പ്രാഥമിക മേഖല. ദ സെക്ടർ ഇൻവോൾവിങ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഈസ് കാൾഡ് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല. അപ്പോൾ പ്രാഥമിക മേഖല എന്താണെന്ന് നമുക്കറിയാം. അവിടെ എന്താണ് ചെയ്യുന്നത്? പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് വിനിയോഗിച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു തന്നല്ലോ. അപ്പോൾ ആസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ഫോം എ മേജർ പാർട്ട് ഓഫ് ഇറ്റ്, ദിസ് സെക്ടർ ഈസ് ആൾസോ കാൾഡ് അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പോൾ പ്രൈമറി സെക്ടറിൻ്റെ മറ്റൊരു പേര് എന്താണ്? അഗ്രികൾച്ചറൽ സെക്ടർ അല്ലെങ്കിൽ കാർഷിക മേഖല. അപ്പോൾ രണ്ടും ഒന്നാണ്. ഏത്? പ്രൈമറി സെക്ടറും അഗ്രികൾച്ചറൽ സെക്ടറും രണ്ടും ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ട് ഇതിനെ പ്രൈമറി സെക്ടറിനെ അഗ്രികൾച്ചറൽ സെക്ടർ അല്ലെങ്കിൽ കാർഷിക മേഖല എന്ന് വിളിക്കുന്നു? ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ അല്ലേ, ഇവിടെയുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? റിലേറ്റഡ് ടു അഗ്രികൾച്ചറൽ അല്ലേ, കാർഷികപരമായ എന്താണ് രൂപത്തിലുള്ള മുഖ്യ ഭാഗം ഏതിൽ ഉൾക്കൊള്ളുന്നു? ഈ സെക്ടറിൽ. അപ്പോൾ കാർഷിക മേഖല എന്താണ്, അല്ലെങ്കിൽ കാർഷിക രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയുടെ ഒരു മുഖ്യ ഭാഗമാണ് അല്ലെങ്കിൽ മേജർ പാർട്ടാണ്. അതുകൊണ്ടാണ് പ്രൈമറി സെക്ടറിനെ എന്തെന്ന് വിളിക്കുന്നത്? അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞു എന്താണ് യൂസ് ചെയ്യുന്നത്? പ്രൈമറി സെക്ടറിൽ നാച്ചുറൽ റിസോഴ്സസിനെ ഡയറക്റ്റ് യൂസ് ചെയ്യാണ്. അപ്പം ആസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ഫോം എ മേജർ പാർട്ട് ഓഫ് ഇറ്റ്, ദിസ് സെക്ടർ ഈസ് ആൾസോ കാൾഡ് അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പോൾ ഫസ്റ്റ് സെക്ടർ നമ്മൾ പഠിച്ചു, എന്താണ് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ. There are economic activities that manufacture goods making use of the products of primary sector as the raw material. Such activities fall under the secondary sector. അപ്പോൾ പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല കഴിഞ്ഞു. ഇനി നമ്മൾ വരുന്നത് ഏതാണ്? ദ്വിതീയ മേഖല തന്നല്ലോ. എന്താണ് ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്? അപ്പോൾ ചില എക്കണോമിക് ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ ചില സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി സെക്ടറിലെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നല്ലോ. അപ്പോൾ പ്രൈമറി സെക്ടറിലെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ട്? എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ
പ്രാഥമിക മേഖലയിലെ എന്താണ് ഉൽപ്പന്നങ്ങളെ വിനിയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുണ്ടോ എങ്കിൽ അങ്ങനെയുള്ള എന്താണ് സാമ്പത്തിക പ്രവർത്തനം അസംസ്കൃത വസ്തുക്കളായി അല്ലേ. ഇതാണ് പ്രൈമറി സെക്ടറിലെ പ്രാഥമിക മേഖലയിലെ എന്താണ് പ്രധാനപ്പെട്ട ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി വിനിയോഗിച്ചുകൊണ്ട് എന്താണ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നമ്മളെന്താണ് വിളിക്കുന്നത് സെക്കൻഡറി സെക്ടർ, അല്ലെങ്കിൽ ആ സെക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്ന് വിളിക്കുന്നത്. ആസിഡ് ഗീവ്സ് എ മോർ ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി. അപ്പം ഈ സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസാണ്, അല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഇറ്റ് ഈസ് ആൾസോ കാൾഡ് എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇപ്പോൾ സെക്കൻഡറി സെക്ടറിൻ്റെ മറ്റൊരു പേരെന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ. എന്തുകൊണ്ട്? അത് കൂടുതൽ എന്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്? ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനാണ്. അപ്പോൾ ഏത് പഠിച്ചു? പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ പഠിച്ചു. അടുത്തത് രണ്ടാമതായിട്ട് പഠിച്ചത് സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ. അടുത്തൊരു വേറൊരു സെക്ടറാണ് എന്ന് പറയുന്നത് സർവീസ് സെക്ടർ അല്ലെങ്കിൽ സേവന മേഖല. അപ്പോൾ സേവന മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത്? അത് മൂന്നാമത്തതാണ് തന്നല്ലോ. അപ്പോൾ സർവീസ് സെക്ടർ കളക്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് പ്രൊഡക്ട്സ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടേഴ്സ്. അപ്പം പ്രാഥമിക മേഖലയിലെയും അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിലെയും അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടറിലെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിലെയും എന്താണ് ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്റ്റുകൾ അല്ലേ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു, ശേഖരിച്ച് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വിതരണം ചെയ്യുന്ന മേഖലയെയാണ് എന്ന് വിളിക്കുന്നത് സർവീസ് സെക്ടർ അല്ലെങ്കിൽ സേവന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ സർവീസ് സെക്ടർ എന്ത് മാത്രമല്ല നടത്തുന്നത്? കളക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്റ്റ് ഫ്രം പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ മാത്രമല്ല ചെയ്യുന്നത്. ഇൻ അഡീഷൻ ടു ദിസ് അല്ലേ, ഇവയ്ക്ക് പുറമേ സർവീസ് സെക്ടർ ഇൻക്ലൂഡ്സ് അല്ലേ, സർവീസ് സെക്ടർ അല്ലെങ്കിൽ സേവന മേഖല എന്തെല്ലാം ഉൾക്കൊള്ളുന്നു? എഡ്യൂക്കേഷൻ അല്ലേ, വിദ്യാഭ്യാസം, ട്രാൻസ്പോർട്ട് ഗതാഗതം, ബാങ്കിങ് അല്ലേ, അതുപോലെ തന്നെ എന്താണ് IT ഇൻഫർമേഷൻ ടെക്നോളജി, ഇവയെല്ലാം ഏതിൽ ഉൾക്കൊള്ളുന്നുണ്ട്? സർവീസ് സെക്ടറിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസ് സെക്ടറിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് ടെർഷ്യറി സെക്ടർ. എന്തെന്ന് വിളിക്കും? തൃതീയ മേഖല. അപ്പോൾ സർവീസ് സെക്ടറിൻ്റെ മറ്റൊരു പേരാണ് ടെർഷ്യറി സെക്ടർ തന്നല്ലോ. ഇൻക്ലൂഡ്സ് ആൾ സർവീസസ്, എല്ലാ സേവനങ്ങളും ഏതിൽ വരും? ഈ ടെർഷ്യറി സെക്ടറിൽ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ആൾസോ കാൾഡ് സർവീസ് സെക്ടർ. സർവീസ് സെക്ടറിനെ എന്തെന്ന് വിളിക്കും? ടെർഷ്യറി സെക്ടറും ടെർഷ്യറി സെക്ടറിനെ എന്തെന്ന് വിളിക്കും? സർവീസ് സെക്ടർ എന്നും വിളിക്കുന്നു. അപ്പോൾ 3 സെക്ടറുകളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ അല്ലേ, എന്താണ് പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല. രണ്ടാമതേതാണ് പഠിച്ചത് സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലേ, ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യാവസായിക മേഖല. മൂന്നാമത് പഠിച്ചതാണ് ടെർഷ്യറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ, തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല. നല്ലോണം പഠിച്ചോണം, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത്. ഓക്കെ, അപ്പോൾ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും എല്ലാ എക്കണോമിക് ആക്ടിവിറ്റികളും ഏതിൽ ഇൻക്ലൂഡ് ആയിരിക്കും? ഒന്നീ പ്രൈമറി സെക്ടറിലായിരിക്കും, അല്ലെങ്കിൽ ഏതിലായിരിക്കും? ടെർഷ്യറി സെക്ടറിലായിരിക്കും, അല്ലെങ്കിൽ ഏതിലായിരിക്കും? സെക്കൻഡറി. അപ്പോൾ ഒന്നീ പ്രൈമറി സെക്ടറിലായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡറിയിലായിരിക്കും, അല്ലെങ്കിൽ ടെർഷ്യറി സെക്ടറിലായിരിക്കും എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നത്. എക്കണോമിക് ഗ്രോത്ത് take place when primary, secondary and tertiary sector functions as a whole തന്നല്ലോ. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് ഹാപ്പൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച സംഭവിക്കുന്നത് എപ്പോഴാണ്? വെൻ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സ് ഫങ്ഷൻ ആസ് എ ഹോൾ. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ എന്താണ്? ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്, ആസ് എ ഹോളായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് അല്ലേ, മൊത്തത്തിൽ ഒരുമിച്ച് എന്താണ് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ്, പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എക്കണോമിക് ഗ്രോത്ത് ഹാപ്പൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സർക്കിൾ ഇവിടെ ഒരു പിക്ചറിലൂടെ കൊടുത്തിട്ടുണ്ട്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? റാ കോട്ടൺ അല്ലേ, എന്താണ് നമ്മൾ പരുത്തി. പരുത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി സെക്ടറിലെ ഒരു ഉൽപ്പന്നമാണ് അല്ലേ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടറായ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന വ്യവസായ മേഖലയിലെ റാ മെറ്റീരിയലാണ് എന്ന് പറയുന്നത് പരുത്തി എന്ന് പറയുന്നത് തന്നെയല്ലോ. അപ്പോൾ
റാക്ക് കോട്ടൺ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിലെ ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഈ റാക്ക് കോട്ടൺ എന്ന് പറയുന്നത് എവിടുത്തെ അസംസ്കൃത വസ്തുവാണ്, റാ മെറ്റീരിയലാണ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ റാ മെറ്റീരിയലാണ്. അപ്പോൾ അവിടെ നിന്നുണ്ടാക്കുന്നു തുണി വ്യവസായം അല്ലേ. അപ്പോൾ തുണി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ തുണികളെ എന്ത് ചെയ്യണം, വിതരണം നടത്തണം അല്ലേ. എവിടെ നിന്ന്, ഇത് എവിടെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ നിന്ന് ആരുടെ കയ്യിൽ കൊണ്ടെത്തിക്കണം, ആവശ്യക്കാരൻ്റെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ, ആവശ്യക്കാരനെ അല്ലെങ്കിൽ ഉപഭോക്താവിനെ വിളിക്കുന്ന പേരാണ് കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് വിളിക്കും തന്നല്ലോ. അപ്പോൾ അവൻ്റെ മുന്നിലെത്തിക്കണം. അപ്പോൾ അതിനെന്ത് വേണം, ഗതാഗതം വേണം അല്ലേ. അതുപോലെ തന്നെ എന്ത് വേണം, ആശയവിനിമയം വേണം. അപ്പോൾ അതേത് മേഖലയായി, ടെർഷ്യറി അല്ലെങ്കിൽ സർവീസ് സെക്ടറായി. അപ്പോൾ ഒന്നാമത്തത് പ്രൈമറി സെക്ടറാണ് റാ കോട്ടൺ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ റാ മെറ്റീരിയലായിട്ട് ഏത് ഉപയോഗിക്കുന്നു, റാ കോട്ടൺ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് സെക്കൻഡറി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറായി. അടുത്തത് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു. ആരുടെ മുന്നിലേക്ക്, കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ അതേതായി, ടെർഷ്യറി സെക്ടറായി. അപ്പോൾ ഇവയെല്ലാം കൂടെ ചേർന്നാലേ എന്ത് സംഭവിക്കുള്ളൂ, ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ റാ കോട്ടൺ അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നു, റാ കോട്ടൺ എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടറിൽ ഒരു ഉൽപ്പന്നമാണ് എന്ന് പറയുന്നത് പരുത്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതെന്ന് പറയുന്നത് ഈ റാ കോട്ടൺ എന്ന് പറഞ്ഞതാണ് റാ മെറ്റീരിയൽ ടു ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. തുണി വ്യവസായത്തിൻ്റെ റാ മെറ്റീരിയൽ അസംസ്കൃത വസ്തുവാണ് എന്ന് പറയുന്നത് ഈ റാ കോട്ടൺ എന്ന് പറയുന്നത്. പിന്നെ ദ സർവീസസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ എസെൻഷ്യൽ ഫോർ സപ്ലൈയിങ് ദീസ് പ്രൊഡക്റ്റ് ടു ദ കസ്റ്റമേഴ്സ്. ഉപഭോക്താക്കളുടെ ആവശ്യക്കാരുടെ മുന്നിൽ ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിന്, വിതരണം ചെയ്യുന്നതിന് എന്ത് എസെൻഷ്യലാണ്, വളരെ അത്യാവശ്യമാണ്. ഏതാണ്, ട്രാൻസ്പോർട്ടിൻ്റെ സേവനവും അതുപോലെ തന്നെ ഗതാഗതത്തിൻ്റെ സേവനവും അതുപോലെ തന്നെ വാർത്താവിനിമയത്തിൻ്റെ സേവനവും അത്യാവശ്യമാണ്. ആൾ ദീ സർവീസസ്. അപ്പോൾ ഈ ഗതാഗത വാർത്താവിനിമയ സംവിധാനം അതുപോലെ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറയുന്നതും അതിൻ്റെ ഭാഗമാണ്, ടെറിഷറി സെക്ടറിൻ്റെ ഭാഗവുമാണ്. അങ്ങനെയാണ് ഇവ എന്ത് ചെയ്യുന്നത്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് തന്നെയല്ലോ. അതാണ് ഇതിൻ്റെ ഇൻ്റർ റിലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരസ്പര ബന്ധം. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെളിവാക്കുന്നത് എന്താണ്, ഈ സെക്ടേഴ്സ് പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇൻ്റർ റിലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ എന്നുള്ളത്. നോക്കൂ, കർഷകൻ അല്ലേ അവിടെ നിന്നുണ്ടാക്കിയാണ് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നു, അതെവിടെ കൊണ്ടുവരുന്നു, ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്നു. പിന്നെ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ഗതാഗത മാർഗ്ഗത്തിലൂടെ ഇവിടെ കൊണ്ടുവരാൻ ടെക്സ്റ്റൈൽസിൽ, അതായത് ഉപഭോക്താവിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നു. അങ്ങനെ ഇവ എന്ത് ചെയ്തിരിക്കുന്നു, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ അല്ലേ, ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്, ഇൻ്റർ റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും അല്ലേ. എന്താണ്, നമ്മൾ ബ്രെഡിൻ്റെ കാര്യമായിരുന്നു ഒരു വേറൊരു എക്സാമ്പിൾ പറയാം. ബ്രെഡ് അല്ലേ, ബ്രെഡ് കൃഷി ചെയ്യുന്ന പ്രൈമറി സെക്ടറിൽ കാർഷിക മേഖലയിൽ എന്താണ്, ഗോതമ്പാണ്, ഹോൾ വീറ്റ് അല്ലേ, ഗോതമ്പാണെന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ബ്രെഡ് ഉണ്ടാക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിലെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി സെക്ടറിലാകുമ്പോൾ എന്ത് ചെയ്യും, ഇതിനെ ഏത് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാണ്, ബ്രെഡ് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്നു അല്ലേ. അപ്പോൾ ബ്രെഡ് ഇൻഡസ്ട്രിയിൽ എന്താണ്, ഇതിനെ പൊടിച്ച് എന്താക്കി മാറ്റുന്നു, ബ്രെഡാക്കി മാറ്റുന്നു അല്ലേ. അപ്പോൾ ആ ബ്രെഡായി. ഈ ബ്രെഡ് പിന്നെ എന്ത് ചെയ്യാണ്, ആവശ്യക്കാരൻ്റെ മുന്നിൽ കൊണ്ടെത്തിക്കും അല്ലേ. അപ്പോൾ കടകളിൽ ഇത് കൊണ്ടെത്തിക്കണം. എങ്ങനെയാണ്, അതിന് കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം, അതുപോലെ ട്രാൻസ്പോർട്ട് അല്ലേ, ഗതാഗതം എന്നിവ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, നമുക്ക് തൊട്ടടുത്തുള്ള കടകളിൽ കൊണ്ടെത്തിക്കുന്നു, ആവശ്യക്കാരൻ്റെ മുന്നിൽ കൊണ്ടെത്തിക്കുന്നു. അതും ഏതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ്. പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതിനൊരു ഉദാഹരണമാണ്. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO ഒരു സ്ഥാപനമാണ് കേട്ടോ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അതിൻ്റെ ഒരു ബോക്സിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പോൾ ആദ്യം നമുക്കത് നോക്കിയതിന് ശേഷം ഈ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി സെക്ടർ അവർ പറഞ്ഞിരിക്കുന്നത് നോക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത് CSO എന്ന് പറയുന്നത് ക്ലാസിഫൈഡ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്യുക, തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് എക്കണോമിക് ആക്ടിവിറ്റീസാണ് പ്രൈമറി സെക്ടറിൽ വരേണ്ടത്, ഏതെല്ലാം എക്കണോമിക് ആക്ടിവിറ്റീസാണ് സെക്കൻഡറി സെക്ടറിൽ വരേണ്ടത്, ഏതെല്ലാം എക്കണോമിക് ആക്ടിവിറ്റീസാണ് ടെർഷ്യറി സെക്ടറിൽ വരേണ്ടത്. അതിനൊരു ടേബിൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്രൈമറി സെക്ടറിൽ ഏതൊക്കെയാണ് വരേണ്ടത്, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റി, കൃഷിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള അലൈഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട അല്ലെങ്കിൽ അനുബന്ധ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ പ്രൈമറി സെക്ടറിൽ ഏത് വരണം, കൃഷിയുമായി അനുബന്ധ പ്രവർത്തനങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റി. പിന്നെ ഏത് വരണം,
ഫോറസ്ട്രി അല്ലേ, വനപരിപാലനം തന്നെയാണ് എന്ത് വിളിക്കുന്നത്, ഫോറസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിവിടെ വരണം, അതും പ്രൈമറി സെക്ടറിൽ ഉൾക്കൊള്ളുന്ന സാമ്പത്തിക പ്രവർത്തനമാണ്. ഫിഷിംഗ് അല്ലേ, ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മത്സ്യബന്ധനം അല്ലേ, മീൻപിടുത്തം, അതും എന്നതിൽ ഉൾക്കൊള്ളുന്നതാണ്, പ്രൈമറി സെക്ടറിൽ ഉൾക്കൊള്ളിക്കേണ്ട ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. പിന്നെ ഏതാണ്, മൈനിങ് അല്ലേ, ഖനനം അല്ലേ, അത് എന്താണ്, സ്വർണം കുഴിച്ചെടുക്കുക, അതുപോലെ തന്നെ പെട്രോൾ കുഴിച്ചെടുക്കുക അല്ലേ, അതുപോലെ തന്നെ പാറ പൊട്ടിച്ചെടുക്കുക, ഇതൊക്കെ എന്താണ്, മൈനിങ് ആണ് അല്ലേ, ഖനനം എന്ന് പറയും. അപ്പോൾ അതും ഏതിൽ വരണം, പ്രൈമറി സെക്ടറിൽ ഉൾക്കൊള്ളേണ്ട ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പം ആരാണ് പറഞ്ഞിരിക്കുന്നത്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി സെക്ടറിൽ ഉൾക്കൊള്ളുന്ന എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതെല്ലാമാണ്, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ഫോറസ്ട്രി, ഫിഷിംഗ്, മൈനിങ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, അതുപോലെ തന്നെ ഖനനം. സെക്കൻഡറി സെക്ടറിൽ ഏതൊക്കെയാണ് ഉൾക്കൊള്ളാനുള്ളത്, അവർ പറഞ്ഞിരിക്കുന്നത്, CSO പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി സെക്ടറിൽ ഏത് പറഞ്ഞാൽ ഇൻഡസ്ട്രി വരണം, വ്യവസായം അല്ലേ. പിന്നെ ഏതാണ്, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉൽപ്പാദനം, അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, കെട്ടിട നിർമ്മാണം, ഇവയെല്ലാം എന്താണ്, സെക്കൻഡറി സെക്ടറിൽ ഉൾക്കൊള്ളുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റികളാണ്. അടുത്തത് ടെർഷ്യറി, ടെറിറ്ററി എന്ന് വായിക്കരുത്, എന്താണ്, ടെർഷ്യറിയാണ്. ടെർഷ്യറി സെക്ടറിൽ അല്ലേ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ്, ട്രേഡ് എന്ന് പറഞ്ഞാൽ വ്യാപാരം അല്ലെങ്കിൽ കച്ചവടം, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് അല്ലേ, ഗതാഗതം, പിന്നെ എന്താണ്, ഹോട്ടൽ നമുക്കറിയാം, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാർത്താവിനിമയം, പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ സംഭരണം തന്നല്ലോ, വെയർ ഹൗസുകൾ അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്യുക, സാധനങ്ങൾ ഗോഡൗണുകൾ അവിടെ കൊണ്ട് സൂക്ഷിച്ച് വയ്ക്കുക, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, പ്രൊക്യൂർമെൻറ്റ്, സംഭരണം. അതുപോലെ തന്നെ ബാങ്കിങ് നമുക്കറിയാം, കണ്ടിട്ടുള്ളതാണ്, ഇൻഷുറൻസുകൾ അല്ലേ, ബിസിനസ് സംരംഭങ്ങൾ, അതുപോലെ തന്നെ ഏതാണ്, റിയൽ എസ്റ്റേറ്റുകൾ അല്ലേ, റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഭൂമി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്, അതുപോലെ തന്നെ സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം ഏതാണ്, ടെർഷ്യറി സെക്ടറിൽ ഉൾക്കൊള്ളുന്ന എക്കണോമിക് ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇതാരാണ് ഇങ്ങനെ മൂന്നായിട്ട് എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഏതെല്ലാം ഗ്രൂപ്പിലായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്, CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇങ്ങനെ ഇതിനെ തരംതിരിച്ച് വച്ചിരിക്കുന്നത്. അതാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CSO എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ചുമതലകൾ എന്തെല്ലാമാണ്. അപ്പം എന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻ അല്ലെങ്കിൽ സുപ്രധാന ചുമതലകൾ എന്തെല്ലാമാണ്. ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വർക്ക്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, MOSPI. എന്താണ് MOSPI എന്ന് പറഞ്ഞാൽ കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയം, കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയം അല്ലേ, അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പം ഏതിന് കീഴിൽ പ്രവർത്തിക്കുന്ന, MOSPI. എന്താണ് MOSPI, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ CSO എന്ന് പറയുന്നത്. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻ, സുപ്രധാനമായ ചുമതലകൾ എന്തെല്ലാമാണ്? കോഓർഡിനേറ്റ് ആൻഡ് അനലൈസ് ഡാറ്റ അല്ലേ, വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥിതി വിവര കണക്കുകൾ തന്നല്ലോ, ഡാറ്റകൾ. അപ്പോൾ സ്ഥിതി വിവര കണക്കുകളെ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, സംയോജിപ്പിക്കുക, അതുപോലെ തന്നെ അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക തന്നല്ലോ. അപ്പം ഡാറ്റാസ് അല്ലെങ്കിൽ വിവരങ്ങൾ അല്ലെങ്കിൽ സ്ഥിതി വിവര കണക്കുകളെ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക, സംയോജിപ്പിക്കുക, വിശകലനം ചെയ്യുക, ഒന്നാമത്തെ ചുമതല. 2, കളക്ട് ഡാറ്റ ഓഫ് ആൾ സെക്ടേഴ്സ് ആൻഡ് പ്രോസസ് ഇറ്റ് ഫോർ പ്ലാനിങ് പർപ്പസ് അല്ലേ. അപ്പോൾ എല്ലാ മേഖലകളിലെയും എന്താണ് വിവരങ്ങൾ, ഡാറ്റകൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക, ശേഖരിക്കുക. അപ്പം എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവര കണക്കുകൾ, വിവരങ്ങൾ എന്ത് ചെയ്യുക, ശേഖരിക്കുക. പിന്നെ അത് എന്തിനു വേണ്ടി പ്രോസസ്സ് ചെയ്യുക, ക്രമീകരിക്കുക, ഫോർ പ്ലാനിങ് പർപ്പസ് അല്ലേ, ആസൂത്രണ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പം ആസൂത്രണ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവയെ എന്ത് ചെയ്യുക, ക്രമീകരിക്കുക. അപ്പം എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുകയും പിന്നെ ആസൂത്രണ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവയെ എന്ത് ചെയ്യുന്നു, ക്രമീകരിക്കുകയും ചെയ്യുന്നു. കളക്ട് ഡാറ്റ ഓഫ്
ആൾ സെക്ടേഴ്സ് ആൻഡ് പ്രോസസ് ഇറ്റ് ഫോർ പ്ലാനിങ് പർപ്പസ്. മൂന്നാമത്തത് എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം യൂസിങ് ഡാറ്റ, അല്ലേ? ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കും. അപ്പോൾ ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഈ ശേഖരിച്ച് വെച്ചിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ദേശീയ വരുമാനം കണക്കാക്കുക. അപ്പോൾ 3 പ്രധാനപ്പെട്ട കടമകൾ തന്നല്ലോ, അല്ലെങ്കിൽ ചുമതലകളാണ് ആർക്കുള്ളത്, CSOയ്ക്ക് ഉള്ളത്. ഓക്കെ. പിന്നെ നമുക്ക് ടേബിൾ 1 പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, ഈ CSOയുടെ പ്രൈമറി സെക്ടറിൽ ഏത്, സെക്കൻഡറി സെക്ടറിൽ ഏത് വരും, ടെർഷ്യറി സെക്ടറിൽ ഏത് വരും എന്നുള്ളത് നമുക്ക് തരംതിരിച്ചെടുക്കാൻ പറ്റും, അല്ലേ? ടെസ്റ്റ് വേണമെങ്കിൽ ഏത് നോക്കാൻ പറ്റും, ഏതൊക്കെയാണ് ഫാമിങ്, അല്ലേ? അത് വരും പ്രൈമറി സെക്ടറിൽ വരും, അല്ലേ? അടുത്തപോലെ ടീച്ചിങ്, അത് സർവീസ്, എംപ്ലോയിഡ് ഇൻ ഫാക്ടറി, അല്ലേ? അതവിടെ വരും. സെക്കൻഡറി ഗവൺമെൻറ് സർവീസ് ഏതാണ്, ടെർഷ്യറിയാണ്. മെഡിക്കൽ ഫീൽഡൊക്കെ ഏതാണ്, ടെർഷ്യറിയാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ, തരംതിരിച്ച് ടേബിളാക്കി മാറ്റാൻ കഴിയും. ആരുടെ അടിസ്ഥാനത്തിലാണ്, CSO പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനത്തിൽ, അല്ലേ? അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സെക്ടേഴ്സ് ആൻഡ് റിലേറ്റഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞ സെക്ടറുകളില്ലേ, ഏതാണ്, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, അതുപോലെ തന്നെ ടെർഷ്യറി സെക്ടർ, അല്ലേ? ഈ മേഖലകളും സെക്ടേഴ്സും പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്താണ് തൊഴിലവസരങ്ങളും അല്ലെങ്കിൽ തൊഴിൽ ലഭ്യതയും, അതാണ് സെക്ടേഴ്സ് ആൻഡ് റിലേറ്റഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലേ? മേഖലകളും അതുമായി ബന്ധപ്പെട്ട എന്താണ് തൊഴിൽ ലഭ്യതയും അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എവരി ഒക്കുപ്പേഷൻ ഇൻ അവർ കൺട്രി ഫാൾസ് അണ്ടർ ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ. ഏത് തൊഴിലും അല്ലെങ്കിൽ എല്ലാ തൊഴിലും, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ തൊഴിലും ഏതിന് ഉള്ളിൽ വരുന്നതാണ്, ഒന്നുകിൽ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിലോ, അല്ലെങ്കിൽ സെക്കൻഡറി അല്ലെങ്കിൽ ദ്വിതീയ മേഖലയിലോ, അല്ലെങ്കിൽ ടെർഷ്യറി സെക്ടറിലോ തൃതീയ മേഖലയിലോ ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ തൊഴിൽ അവസരങ്ങളും. ഇൻ ഇന്ത്യ ദ അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ വേരീസ്, അല്ലേ? അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് തൊഴിൽ ലഭ്യത എന്ന് പറയുന്നത്, അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്, തൊഴിൽ ലഭ്യത എന്ന് പറയുന്നത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചില മേഖലകളിൽ സെക്ടേഴ്സിലാണെങ്കിൽ എന്താണ് ഇതിൻ്റെ അക്സസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില മേഖലയിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇത് അത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വർദ്ധിക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ചില മേഖലകളിൽ, അല്ലേ, ചില സെക്ടറിൽ എന്താണ് ഈ എംപ്ലോയ്മെൻറ്റിനുള്ള അക്സസ് അല്ലെങ്കിൽ തൊഴിലിന് വേണ്ടിയിട്ടുള്ള ലഭ്യത എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സെക്ടേഴ്സ്, അല്ലേ, അത് മറ്റ് ചില സെക്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈൽ ഇറ്റ് ഈസ് നോട്ട് സോ ഇൻ ദി അതർ സെക്ടർ, മറ്റ് സെക്ടറുകളെ പോലെ എന്തില്ല, ഇത്രയും അക്സസ് അല്ലെങ്കിൽ ആവശ്യകത അല്ലെങ്കിൽ ലഭ്യത നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ടേബിളാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്, അതന്നല്ലോ. അപ്പോൾ ആ ടേബിളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അവൈലബിലിറ്റി ഓഫ് ഡിഫറൻറ്റ് സെക്ടേഴ്സ്, അല്ലേ, എംപ്ലോയ്മെൻ്റ് അവൈലബിൾ, തൊഴിലിൻ്റെ ആവശ്യകത എന്താണ് ശതമാനത്തിലാണ് തന്നിരിക്കുന്നത്, അല്ലേ? ശതമാനത്തിൽ തന്നിരിക്കുകയാണ്. ഏത് വർഷം മുതൽ ഏത് വർഷം വരെ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രൈമറി സെക്ടർ 1ാമത്തെ വർഷം, 2ാമത്തെ വർഷം, 3ാമത്തെ വർഷം. അപ്പം കണ്ടിന്യൂസ് ഉള്ള ഇയർ അല്ല, അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? അതിൽ ഒരു വർഷത്തിൽ എത്രയാണ് പ്രൈമറി സെക്ടർ 64.9%, അടുത്ത വർഷം 56.5%, അടുത്ത വർഷം എത്രയാണ് 53.2%. സെക്കൻഡറി സെക്ടറിൽ അതെന്ത് ചെയ്യാണ് 14.2%, അല്ലേ? അതുപോലെ തന്നെ 18.7%, അതുപോലെ തന്നെ 21.5%. അടുത്ത പിന്നെ ഏതാണ് ടെർഷ്യറി സെക്ടറിൽ അതെങ്ങനെ വന്നിരിക്കുന്നു, അത് 20.9%, പിന്നീട് എന്താണ് 24.8%, അതുപോലെ തന്നെ അടുത്ത പിന്നെ എന്താണ് 25.3%. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ പ്രൈമറി സെക്ടറിൽ എന്താണ് കുറഞ്ഞാണ് വരുന്നത്, അല്ലേ? ആദ്യം 64.9 ആയിരുന്നു, പിന്നെ അതെന്തായിട്ട് മാറി കുറഞ്ഞു, എത്ര 56.5 ആയിട്ട് കുറഞ്ഞു, വീണ്ടും അതെന്തായിട്ട് കുറഞ്ഞു 53.2 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ പ്രൈമറി സെക്ടർ ഏതാണ്, അഗ്രികൾച്ചർ സെക്ടറാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ സെക്ടറാണ് എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ. അവിടുത്തെ എന്താണ് എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കാലങ്ങൾ കഴിയുമ്പോൾ കുറഞ്ഞു റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്ത് വരുന്നു. അതേസമയം സെക്കൻഡറി ടെർഷ്യറി സെക്ടർ നോക്കുക, അതെത്രയായിരുന്നു, സെക്കൻഡറി സെക്ടർ 14.2 എത്രയായിട്ട് കൂടി,
18.7 ആയിട്ട് കൂടി, പിന്നെ അത് എത്രയായിട്ട് കൂടി 21.5% ആയിട്ട് കൂടി അല്ലേ. അപ്പോൾ അവിടെ എന്താണ് അതിൻ്റെ അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞത് ഇൻക്രീസ് ചെയ്ത് വരുന്നതിന് അല്ലെങ്കിൽ വർദ്ധിച്ച് വരുന്നു. അതുപോലെ തന്നെ ടെറിഷറി സെക്ടറിലും എത്രയായിരുന്നു 20.9 എന്നുള്ളത് എന്തായിട്ട് മാറി, പിന്നീട് 24.8 ആയിട്ട് മാറി, പിന്നെ അത് എത്രയായിട്ട് മാറി 25.3 ആയിട്ട് മാറി. അവിടെയും ഇപ്പോൾ ഈ രണ്ട് സെക്ടറുകളിലും ഏത് സെക്കൻഡറിയും ടെറിഷറി സെക്ടറുകളിൽ എന്താണ് അത് ക്രമേണ വർദ്ധിച്ചാണ് വരുന്നത്. അതേസമയം പ്രൈമറി സെക്ടറിൽ എന്ത് സംഭവിക്കുന്നു, കാലക്രമേണ എന്താണ് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കത് ടേബിൾ നോക്കിയപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. കുറച്ച് ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായ കാര്യങ്ങൾ തന്നെ. വിച്ച് സെക്ടർ ഷോസ് ആൻ ഇൻക്രീസ് ട്രെൻഡ് ഇൻ അവൈലബിലിറ്റി എംപ്ലോയ്മെൻറ്റ് അല്ലേ. തൊഴിൽ ലഭ്യത വർദ്ധിച്ചു വരുന്ന സെക്ടറുകൾ ഏതൊക്കെയാണ്, സെക്കൻഡറി സെക്ടറിലും ടെറിഷറി സെക്ടറിലും. വിച്ച് സെക്ടർ ഷോസ് ഹയസ്റ്റ് അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ആൾ പീരീഡ്സ് അല്ലേ. അപ്പോൾ എപ്പോഴും എന്താണ് കൂടുതൽ തൊഴിലവസരമുള്ള ഏത് മേഖലയിൽ തന്നെയാണ്, പ്രൈമറി സെക്ടറിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരം എപ്പോഴും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൗ മച്ച് ഈസ് ദ എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി ഇൻ പ്രൈമറി സെക്ടർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി അതർ 2 സെക്ടേഴ്സ് അല്ലേ. അപ്പോൾ 2 സെക്ടറുകളെ അപേക്ഷിച്ച് എന്താണ് ഓരോ മേഖലകളിലും, അതായത് പ്രൈമറി സെക്ടറിൽ എത്രത്തോളം. അപ്പോൾ അത് രണ്ടും കൂടെ അതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതി അല്ലേ. സെക്കൻഡറി സെക്ടറിൽ അതുപോലെ ടെറിഷറി സെക്ടറിൽ എത്രയാണ് വരുന്നത്, അത് ടോട്ടൽ നോക്കുക. 14.2 പ്ലസ് 18.7 അല്ലേ. അതുപോലെ തന്നെ 21.5 ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ എടുത്തിട്ട് അതിൻ്റെ ടോട്ടലുമായിട്ട് കമ്പയർ ചെയ്യുക. പ്രൈമറി സെക്ടറിൻ്റെ ടോട്ടലുമായിട്ട് കമ്പയർ ചെയ്താൽ ഡിഫറൻസ് എടുത്താൽ മതി. ടെറിഷറി സെക്ടർ അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് പ്രൈമറി സെക്ടറിൻ്റെ ടോട്ടലുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ എന്തെടുക്കുക, ഡിഫറൻസ് എടുത്താൽ മതി തന്നെയല്ലോ. അല്ലെങ്കിൽ ഓരോരോ വർഷമായിട്ട് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, പ്രൈമറി സെക്ടർ ഹാസ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ദാൻ ദ അതർ സെക്ടേഴ്സ് അല്ലേ. മറ്റ് സെക്ടറുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളുള്ളത് ഇവിടെ തന്നെയാണ്, പ്രൈമറി സെക്ടറിൽ തന്നെയാണ്. അപ്പോൾ പ്രൈമറി സെക്ടറിൻ്റെ പ്രത്യേകത ഹിയർ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് അല്ലേ, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും പ്രൊവൈഡ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ എന്താണ് തൊഴിൽ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു. ദ ഫുഡ് റിക്വയർമെൻറ്റ് ഓഫ് അവർ കൺട്രി ഈസ് മെറ്റ് ബൈ പ്രൈമറി സെക്ടർ. നമ്മുടെ രാജ്യത്തിൻ്റെ എന്താണ് ഭക്ഷ്യ ആവശ്യകത നിറവേറ്റുന്നത് ആരാണ്, പ്രൈമറി സെക്ടറാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറാണ്, അല്ലെങ്കിൽ പ്രാഥമിക മേഖലയാണ്, അല്ലെങ്കിൽ കാർഷിക മേഖലയാണ് അല്ലേ എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നല്ല രീതിയിൽ ടെസ്റ്റ് വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ പ്രധാനപ്പെട്ട ഏരിയകൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണെന്നുള്ളത് തന്നല്ലോ. അപ്പം അതും നല്ല രീതിയിലൊന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കണം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.